മലയാള കവിതാസ്വാദകരെ ഇന്നും സ്വാധീനിച്ച കടമ്മനിട്ട രാമകൃഷ്ണൻ അക്ഷരലോകത്തു നിന്ന് വിട പറഞ്ഞിട്ടിന്ന് 16 വർഷം. പടയണിയുടെ നാട്ടിൽ ജനിച്ച കടമ്മനിട്ട അന്നുവരെ മലയാള കവിത പിന്തുടർന്ന കെട്ടുപാടുകൾ പൊട്ടിച്ചെറിഞ്ഞാണ് ച്വൽ കവിതകളുടെ ആധുനിക രചനാശൈലിയുടെ വക്താവായത്. മലയാള കലയും കവിതയും കത്തിപ്പടരുന്ന കാലം. അങ്ങനെ ഒരു കാലത്താണ് കടമ്മനിട്ട എന്ന രാമകൃഷ്ണന്റെ കടന്നുവരവ്. കവിതകളോട് കലഹിക്കാതെ ശൈലിയോട് കലഹിച്ച കടമ്മനിട്ട ആസ്വാദകരുടെ ഹൃദയത്തിൽ ഇടം പിടിച്ചു. കടമ്മനിട്ടയുടെ കവിതകൾ പുതിയ കാലത്തെ നെറുകേടിനോടും ഇപ്പോഴും കലഹിച്ചുകൊണ്ടിരിക്കുകയാണ്. കടമ്മനിട്ട കവിതകൾക്ക് മുമ്പിൽ നിശബ്ദതയ്ക്ക് ഇടമില്ല. ശബ്ദ മുഖരിതമാണ്. ഉറക്കം കെടുത്തിക്കൊണ്ടേയിരിക്കും. ചോദ്യങ്ങൾ ചോദിച്ചുകൊണ്ടേയിരിക്കും. ചൊൽക്കവിതകളുടെ മൂർച്ചയും താളവും സമൃദ്ധമായിരുന്നു ആ കവിതകളിൽ. കവിക്കൊപ്പം ഏറ്റുപാടിയവരും അതിന്റെ മുഴക്കം കുറച്ചില്ല. നാടോടിക്കലകളുടെ താളവും കവിതയിൽ കൊണ്ടുവന്ന ആ കവി ആധുനിക രചനാശൈലിയുടെ വക്താവായി അറിയപ്പെട്ടു. നെഞ്ചത്തൊരു പന്തം കുത്തി നിൽപ്പൂ കാട്ടാളൻ, ആകാശത്തച്ഛൻ ചത്തുകിടപ്പതു കണ്ടു നടുങ്ങി, മലയോരത്തമ്മ ഇരുന്നു ദഹിപ്പതു കണ്ടു കലങ്ങി. മലയാള കവിത ആസ്വാദകരെ നടുക്കിയുണർത്തിയ കവിതകളായിരുന്നു കടമ്മനിട്ടയുടേത്. ഭാഷാപരമായ സഭ്യതയും സദാചാരപരമായ കാപട്യത്തെയും ഒക്കെ ലംഘിച്ച കവിതകളായിരുന്നു അദ്ദേഹത്തിൻ്റെത്. ആധുനിക കവിതകളുടെ സംവേദനപരമായ എല്ലാ സവിശേഷതകളും പ്രകടിപ്പിക്കുമ്പോൾ തന്നെ തികച്ചും കേരളീയമായ ഒരു കാവ്യാനുഭവം സൃഷ്ടിക്കുന്നതിൽ അദ്ദേഹം ഏറെ വിജയം നേടി. കടമ്മനിട്ടയുടെ കവിതകൾ ദ്രാവിഡ താളങ്ങളുടെ രൗദ്രഭംഗി ഉൾക്കൊള്ളുന്നവയാണ്. പടയണിയുടെ നാട്ടിൽ ജനിച്ചതുകൊണ്ടാകാം അന്നുവരെ മലയാള കവിത പിന്തുടർന്ന കെട്ടുപാടുകൾ പൊട്ടിച്ചെറിഞ്ഞ് നാടൻ പാട്ടിന്റെ ശീലിലേക്ക് കുടിയേറാൻ കവിയെ പ്രേരിപ്പിച്ചത്. 1960കളിൽ നക്സലേറ്റ് പ്രസ്ഥാനത്തിന്റെ സ്വാധീനം കടമ്മനിട്ടയുടെ രചനകളിൽ നിറഞ്ഞു നിൽക്കുന്നുണ്ട്. മനുഷ്യ കേന്ദ്രീകൃതമായിരുന്നു കടമ്മനിട്ടയുടെ കവിതകൾ. 1970കൾക്ക് ശേഷം കേരളത്തിലെ ഇടതുപക്ഷ രാഷ്ട്രീയ പ്രസ്ഥാനങ്ങളുടെ സാംസ്കാരിക സംഘടനകളിൽ സജീവ പ്രവർത്തകനായി. ആറന്മുള നിയമസഭാ മണ്ഡലത്തെ പ്രതിനിധീകരിച്ച് ഒരു തവണ കേരള നിയമസഭയിലേക്കും അംഗമായി. ഇടതുപക്ഷത്തൊപ്പം നടന്നപ്പോഴും ചില ആശയപരമായ എതിരഭിപ്രായങ്ങളും വിയോജിപ്പുകളും അദ്ദേഹം പുലർത്തി. അക്ഷരങ്ങൾ കൊണ്ട് മനോഹരമായ ജീവിതങ്ങൾ തീർക്കുന്ന അത്ഭുത പ്രതിഭയായിരുന്നു കടമ്മനിട്ട. അദ്ദേഹത്തിന്റെ തനതായ ശൈലി ഭാഷാശാസ്ത്രത്തിന് എന്നും ഒരു മുതൽക്കൂട്ടാണ്. ന്യൂസ് ഡെസ്ക്, അമൃത ന്യൂസ്.